യാത്രയാണ്. നമ്മളിന്ന് കോളേജ് വിസിറ്റുകൾ നടത്താൻ പോവാണ്. ഫസ്റ്റ് അതെ 2-3 കോളേജ് കാണാനുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് നമ്മളല്ല, ഞാൻ ജോലി ചെയ്യുന്ന എന്റെ കോളേജിലേക്കാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരറ്റത്താണ് കേട്ടോ. അത് പൊന്മുടിയിലേക്ക് പോണ വഴിയാണ് എന്റെ കോളേജ് എന്നുള്ളത്. അതിനുശേഷം അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ സുൽത്താന്റെ കോളേജ്, അത് അപ്പുറത്തെ അറ്റത്താണ്. അതെവിടെയാണ് സുൽത്താന്റെ കോളേജ്? നമ്മളന്ന് പോയ അഴീക്കൽ ബീച്ചിന്റെ അടുത്താണ് ഇവന്റെ കോളേജ്. അപ്പൊ അവിടെ പോയി സുൽത്താന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങണം അല്ലെ. അവന്റെ അടുത്ത യാത്രയ്ക്കുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ദിവസം എനിക്കൊന്ന് രാവിലെ ഫുൾ അത് കവറാകും തോന്നുന്നു അല്ലേ? എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, വൈവ ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല അടിപൊളി ദിവസമാണ്. എനിക്കൊന്നും ഭാഗ്യത്തിന് രാവിലത്തെ അവരൊന്നും ക്ലാസ് ഇല്ല. എനിക്ക് വൈകുന്നേരം ക്ലാസ് ഉണ്ട്. അപ്പൊ അതുവരെ ഞാൻ ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചത്. റോഡില് അത്യാവശ്യം തിരക്കുണ്ട്. സമയം രാവിലെ 8:30 ആവാൻ ഏകദേശം 5-6 മിനിറ്റ് ബാക്കിയുണ്ട്. രാവിലത്തെ തിരക്കുണ്ട്. എല്ലാവരും ഓഫീസിലും കോളേജിലൊക്കെ പോകാനുള്ള തിരക്കിലാണ്. ന്യൂ ഇയർ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് കോളേജിലേക്ക് പോകുന്നത്. നോക്കിയത് ഡ്രിങ്ക് ചെയ്തോണ്ട് ഓടിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ ഡ്രിങ്ക് ചെയ്തോണ്ട് ഓടിക്കുക. എന്താണ് ഈ സാധനം ഡ്രിങ്ക്? എന്താണെന്നറിയോ? ഡ്രിങ്കും സിങ്ങും കൂടെ മിക്സ് ആയതാണ്. അപ്പം വെള്ളം അടിച്ച് പാട്ടുപാടി വണ്ടി ഓടിക്കില്ല. നല്ല തിരക്കല്ലേ റോഡിൽ? ദിസ് ഈസ് മൈ കോളേജ്. അങ്ങനെ നമ്മൾ കോളേജ് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഇതാണ് എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ. എല്ലാവരും എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നാണ് ഇവരുടെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് ഫിസിക്കൽ ക്ലാസ്. എന്താ ഒരു ഹായ് പറഞ്ഞു എല്ലാവരും. അങ്ങനെ കോളേജിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ തീർന്ന് ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ച് ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പ് സുൽത്താൻ്റെ കോളേജിലേക്കാണ് ഇനി പോകണം. സുൽത്താൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങി. ഇപ്പോൾ സുൽത്താൻ അതിലേക്കാണ്. അപ്പോൾ ശരി, ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ടയർഡായില്ലേ? ഭയങ്കര ചൂടുന്നു. എന്റെ ക്ലാസ് എന്താ എത്തിയിട്ടാറേ? 10 മിനിറ്റ് ഇനിയുണ്ട് കുറെ. ഇതുവരെ കൊല്ലം പോലും എത്തിയില്ല. പാരിപ്പള്ളി എങ്ങാണ്ട് ആവാൻ പോകുന്നതേ ഉള്ളൂ. നല്ല ബ്ലോക്ക് ഉണ്ട് റോഡിലൊക്കെ. എത്രയും തോന്നല്ലേ ഈ ഷിപ്പൊക്കെ കാണുമ്പോ നമ്മളവിടെ. ഇത് ബോട്ട്. അതെ തന്നെ. ഇവിടെ ഇപ്പൊ കുറച്ച് ആശ്വാസമുണ്ട്. തിരക്കൊന്നുമില്ല. ഇങ്ങോട്ട് എത്തിയപ്പോ 2 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മളിപ്പം സുൽത്താന്റെ കോളേജ് എത്താറായി അല്ലേ? അമൃതപുരി. ഇതാണ് അമൃതപുരി അല്ലല്ലോ? മറ്റേ അങ്ങോട്ട് എത്തുന്ന സ്ഥലമല്ലേ അമൃതപുരി? ഓക്കെ, അമൃതപുരിയിലോട്ടുള്ള പാതയിലാണ് നമ്മൾ. ആയുർവേദ കോളേജ്. ആയുർവേദ കോളേജ് അങ്ങോട്ടാണ്. ഇതാണ് അമൃതപുരി അല്ലേ? അല്ല, ഇത് വള്ളിക്കാവ്. സുൽത്താൻ എന്റെ ഇടയിൽ നിന്ന് നിന്റെ കോളേജിന്റെ ക്യാമ്പസ് അടിപൊളിയല്ലേ? തറവാട്. സുൽത്താന്റെ തറവാട്ടിലെത്തി. അപ്പം നമ്മുടെ അകത്തേക്ക് നമ്മളെ വണ്ടി ഇട്ടില്ല. സാധാരണ വണ്ടി നമ്മളകത്താണ് ഇടുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഇങ്ങോട്ട് വണ്ടി ഇട്ടിട്ട് അങ്ങോട്ടേക്ക് നടന്ന് പോകാൻ. അങ്ങനെ 12:10 ആയപ്പോൾ നമ്മൾ സുൽത്താന്റെ കോളേജിലെത്തി. നോക്കിയാലേ സൂപ്പർ ക്യാമ്പസാണ്. സെൽവാ പോവാം. നീ ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഒക്കെ എടുത്തേക്കണ. ഇനിയിപ്പോ ഇങ്ങോട്ട് വരൂല. നമ്മുടെ കോളേജ് ഇപ്പൊ തീരും. സെമ്മ തീരും. പാവം സെമ്മ തീരാറായപ്പോഴും ലോക്ക്ഡൌണിൽ പെട്ടിരിക്കുക. എനിക്ക് പക്ഷേ ഞാൻ കോളേജ് കയറി. നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് കോളേജ് ഇതുവരെ വന്നിട്ടേ ഇല്ല. അവരിപ്പോ സെക്കൻഡ് സെമസ്റ്റർ ആവാറായിരുന്നു അല്ലേ? ചെയ്യുന്നുണ്ടോ ക്യാമ്പസ്? അതന്നെ ഉദ്ദേശിച്ചതല്ല. ബിൽഡിംഗ് തന്നെ നീ മിസ് ചെയ്യണം. നിന്റെ പേരിൽ എഴുതുന്ന ബിൽഡിംഗ്. നിന്റെ ടീച്ചേഴ്സ് ഒക്കെ ഇവിടെ കാണോ? വിളിച്ചു നോക്കിയാ? അതെന്താ?
എന്നാലും ആരെങ്കിലും വരൂല്ലേ? ഇപ്പൊ എനിക്കിപ്പോ ചില ദിവസം കോളേജിൽ പോകുന്നുണ്ട്, അതേപോലെ ആരെങ്കിലും വരൂലേ? നിങ്ങൾക്ക് കോളേജ് ഉറങ്ങിയില്ല, നമുക്ക് ഉറങ്ങിയിട്ടില്ല. എന്നാണ് ഉറങ്ങുന്നത്? എനിക്കത് ഉറങ്ങാൻ ചാൻസ് ഇല്ല. കാരണം ഇപ്പൊ ഇവര് തന്നെ ഓൺലൈൻ കോഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമൃത ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫുള്ളി ഓൺലൈൻ ആയിട്ടുള്ള. അവിടെ ചെല്ലാൻ നമ്മൾ മറ്റേ അഡ്മിഷന്റെ സമയത്ത് നമ്മള് ഓറിയന്റേഷൻ ഇരുന്ന ഹാള്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. അപ്പം അമൃത കോളേജിൽ പഠിച്ചിട്ട് ഇപ്പം വേറെ പലയിടത്തും നിൽക്കുന്നതൊക്കെ വീൽ ചെയർ ഒക്കെ ഉണ്ട്. അപ്പം അതെ, അത് ഡിസേബിൾ ഫ്രണ്ട്ലി അല്ലേ, ഹാൻഡിക്യാപ് ഫ്രണ്ട്ലി. നിന്റെ ക്ലാസ് അവിടെ എവിടെ അല്ലായിരുന്നു അന്നേ വന്നത്? എന്തോ നീ എല്ലായിടത്തും ഫോട്ടോ എടുത്ത് നടക്കാണല്ലോ. ഇനി ഒരു സാഡ് BGM ഒക്കെ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുമല്ലേ സർ? ബാഡ്മിന്റൺ കോർട്ട് ഇവിടെ എല്ലാം മെയിൻ്റനൻസ് വർക്ക് നടക്കാണല്ലേ? അപ്പം നല്ലൊരു അടിപൊളി. നേരത്തെ ഇതേപോലെ കോൺക്രീറ്റ് ഇതായിരുന്നു, തറയൊക്കെയായിരുന്നു. ഇപ്പൊ വുഡൻ ആക്കി, പിന്നെ സ്മാർട്ട് ക്ലാസ് പോലെയൊക്കെ ആക്കും. അടിപൊളി. അബുദാബിയിലൊക്കെ വുഡൻ ക്ലാസ്സിൽ പ്രിൻസിപ്പളുടെ ഓഫീസ്. ഓഫീസ് ഉണ്ടോ? നീ വിളിച്ചു ചോദിച്ചാ? ബെസ്റ്റ്. നല്ല ആള് ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെ എല്ലാം ഡിസ്പെൻസർ ഉണ്ട്, സാനിറ്റൈസറിന്റെ. അപ്പം പോകുന്നതനുസരിച്ച് എന്താ പറഞ്ഞു ഇവിടെ വന്ന് സർട്ടിഫിക്കറ്റിന്റെ കാര്യം അന്വേഷിച്ചപ്പോ പറയാണ് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏതൊരു സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്, അത് ഹോസ്റ്റലിൽ ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഹോസ്റ്റലിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഹോസ്റ്റലിൽ ഒന്ന് വിളിച്ചു നോക്കി ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് അത്യാവശ്യമാണ്. റിക്വസ്റ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം ഇല്ല കോണ്ടാക്ട്. പിന്നെ കോണ്ടാക്ട് ഇല്ലാത്ത വാർഡനല്ലേ? വാർഡൻ ഇതൊന്നും അറിഞ്ഞോ? വാർഡന്റെ നമ്മളെ ചോദിച്ചു. വാർഡൻ പറഞ്ഞു വാർഡൻ ഇവിടെ പോലും ഇല്ല, വാർഡൻ വേറെ അടുത്താണ്. ഇപ്പൊ എന്തായി? ഒന്ന കാര്യം വെറുതെയായി. ഹോസ്റ്റലിൽ പോയിട്ട് നീ നോക്കണം. അപ്പൊ നിനക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ പെട്ടുപോയി അല്ലേ? ഹോസ്റ്റലിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ പെട്ട്. 10th 12th സർട്ടിഫിക്കറ്റ് മറന്നേക്കണം. ഹോസ്റ്റലിന്റെ താക്കോലെങ്കിലും ഉണ്ട് റൂമിന്റെ? റൂമൊക്കെ അവരുടെ കൊടുത്തു. കബോർഡിന്റെ ഉണ്ട്. സമാധാനം, അതെങ്കിലും ഉണ്ടല്ലോ കയ്യില്. ഇത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള 21 വയസ്സ് ഇല്ല വണ്ടി എടുത്തോണ്ടോ? ബസ്സുകളൊക്കെ അനാഥമായിട്ട് കിടക്കുന്നുണ്ട്. ഈ ബോധം പോലും ഇല്ലല്ലോ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇല്ലെന്ന്. നിന്റെ പ്രായമുള്ളതാണ് വേണ്ട മേയർ. ഒരു സ്മൂത്ത് അമൃതപുരി ക്യാമ്പസ്. അങ്ങനെ പാടുപെട്ട് ഇത്രയും ദൂരം വന്നിട്ട് ഒരു കാര്യം അന്വേഷിക്കാത്ത, ഓൾറെഡി സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ഹോസ്റ്റലിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുമ്പോൾ അത് അന്വേഷിക്കാൻ വയ്യ. എന്ത് പറഞ്ഞാലും പറയും തുറന്നിട്ടില്ല എന്ന്. അതിനിപ്പോ നമുക്ക് അല്ലെങ്കിൽ കോളേജ് കാണാൻ പറ്റില്ല. കോളേജ് കാണാൻ പറ്റില്ല. ശരി, അത് തന്നെ. ഇത്രയും സമയമില്ലാത്ത സമയത്ത് ഇത്രയും തിരക്ക് പിടിച്ചൊരു ദിവസത്തില് അപ്പൊ ഇനി ഹോസ്റ്റലിലേക്ക്. ഇതാ പറഞ്ഞത് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുക ട്രീറ്റ്മെന്റ് പാർക്ക് എന്നല്ലേ. അതാ പറഞ്ഞ നമ്മുടെ ഹോസ്റ്റൽ ഇത് കൊടുത്തിരിക്കുവായിരുന്നു. ഇപ്പൊ നമ്മളങ്ങനെ കൊറേ പേരുടെ പെർമിഷനൊക്കെ ചോദിച്ച് ലാസ്റ്റ് സമ്മതിച്ചല്ലേ എടുക്കാനായിട്ട്. അവരപ്പോ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അതിന്റെ ഇപ്പോഴും റൂം തുറന്നു. പക്ഷെ റൂം തുറന്നപ്പോൾ ഉള്ള പ്രശ്നം കണ്ടോ, ഓരോ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ഇവരുടെ ഹോസ്റ്റലില് ഡോക്ടേഴ്സിനും സ്റ്റാഫിനും വേണ്ടിയിട്ടാണ്. കണ്ടോ, പൂട്ടിട്ടിരിക്കുകയാണ്. ഇവരുടെ സാധനങ്ങളൊക്കെ ഇത് വെച്ച് പൂട്ടിയിരിക്കുകയാണ്. കണ്ടോ. അപ്പം ഇവരിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെന്റിനുള്ള ഡോക്ടേഴ്സ്, പിന്നെ റേഞ്ച് കിട്ടാനായിട്ട് സുൽത്താന്റെ സെറ്റപ്പാണ്. അപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ നടക്കുന്ന ദിവസം ഇതേപോലെ കുറെ കപ്പുകളാണ്, ബാത്റൂം കപ്പുകളാണ്. പക്ഷെ നമ്മൾ കുറച്ച് പീപ്പിളൊക്കെ ഇങ്ങനത്തെ കപ്പുകളാണ് വെക്കണം. കാരണം എന്റെ ബാത്റൂമിൽ വെക്കുന്ന കപ്പയോട് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം കാണാൻ എല്ലാരും എടുത്തോണ്ട് പോയി. അപ്പൊ ഇതേപോലെ എന്ന് രാത്രി ഇവിടെ ഇതേപോലെ കുറെ കപ്പുകളാണ്. കണ്ടതാ അവിടെ ഒരു കപ്പ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫോൺ ഇവിടെ വെച്ചിട്ട് ഹോട്ട്സ്പോട്ട് ഇടും. നമുക്ക് അല്ലാതെ വൈഫൈ ഇല്ല. അപ്പൊ ഇവരുടെ കോളേജ് വൈഫൈ ഉണ്ട്, പക്ഷെ
അതിൽ നമുക്കൊന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇതേപോലെ ഫോണിലൂടെ വെച്ചിട്ട് അകത്തിരുന്ന് ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് കളിക്കും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം ഇവരുടെ ഈ ഒരു വലിയൊരു കോംപ്ലക്സ് ആണ് കേട്ടോ. ഇവിടെ പല പല ഹോസ്റ്റൽ ബ്ലോക്കുകളുണ്ട്. ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇരുന്നത് കണ്ടോ, സുൽത്താൻ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ഇനി സാധനം ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം അല്ലേ? എന്റെ കബോർഡിന്റെ അകത്താണോ ബാഗിന്റെ അകത്താണോ? അടിപൊളി. ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള കുട്ടിയെ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. ഒരു വർഷമായി എന്നിട്ടായിരുന്നു ചോദിക്കണം. എനിക്ക് 10ാം ക്ലാസ്സിന് 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നമ്മളടുത്ത് പറഞ്ഞ് നിങ്ങൾ ഒരാഴ്ച വീട്ടിൽ പോകണം, ഇത് കാരണം ഒരാഴ്ച പോണത്. ഇപ്പൊ നിങ്ങളുടെ സാധനങ്ങൾ ഇതേപോലെ കബോർഡിന്റെ അകത്ത് വെച്ചോ കുഴപ്പമില്ല, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഒരു റൂമുണ്ട്, ആ റൂമിലോട്ട് വെച്ചാൽ മതി. ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ്. എന്നാലും നിന്റെ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എവിടെ എന്നുള്ള കാര്യം മറക്കുമോ? നമുക്ക് ഓർമ്മയില്ല നമ്മൾ എവിടെ വെച്ചാന്ന്. ഇനി എന്റെ അലമാര ഉറക്കം ബാക്കി വിശേഷങ്ങൾ അറിയാം. വാട്ട്സ് ഇൻ മൈ കബോർഡ്. ആരുമില്ല. ഇവിടെ എത്താനായിട്ട് നമ്മൾ കുറച്ച് പാടുപെട്ട് കുറേ പേരെ വിളിച്ച് ചോദിച്ച് പെർമിഷനൊക്കെ പറഞ്ഞ് ആവശ്യം പറഞ്ഞ് വ്യക്തമാക്കിയൊക്കെയാണ് ഇവിടെ വരെ എത്തിയത്. ഇനി ഇല്ലെങ്കിലാണ് നിന്നെ ഞാൻ ശരിയാക്കാൻ പോണത്. അവസാനം വീട്ടിൽ തന്നെ ആയിരിക്കും. ഇതിൻ്റെ അകത്തുള്ള നിധി കാണാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇതുണ്ടോ നിന്റെ അകത്ത്? സുൽത്താന്റെ നിധി കീബോർഡ്. സർട്ടിഫിക്കറ്റ് ഉണ്ടോ നമുക്ക്? അതാണ് കോപ്പി. 2 ലോറി നിറയ്ക്കാനുള്ള സാധനം ഉണ്ടോ? സുൽത്താന് ഏകദേശം സെക്കൻഡ് ലാസ്റ്റ് പ്രാവശ്യം നമ്മൾ ഹോസ്റ്റലിൽ വരാൻ നേരത്ത് സുൽത്താനെ കണ്ടപ്പോൾ ഭയങ്കര ക്ഷീണിച്ചെന്ന് വെച്ചാൽ എല്ലും തോലുമായിട്ടിരുന്നു. അപ്പം ഉമ്മക്ക് കഷ്ടം തോന്നിയിട്ട് ബൂസ്റ്റ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ബൂസ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് എല്ലും തോലും കേട്ടോ, പറഞ്ഞ് വിശ്വസിക്കില്ല. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നു, തടിച്ച് ചക്കപ്പോത്തോലും ഉണ്ടായിരുന്നു. ഇല്ലേ സുൽത്താൻ? അതാണ് ബൂസ്റ്റിന്റെ സീക്രട്ട്. ഞാൻ ഇതന്നെ പറഞ്ഞു, കോളേജ് എത്തിയപ്പോ അവിടെ ലിസ്റ്റിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു 10-12 വാങ്ങിച്ചത്. ഞാൻ ഉമ്മാടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന 2-3 സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന. എന്നാലും ഒരു ബോധം ഉണ്ടാവൂലേ, ഹോസ്റ്റലിലാണ് ഇരിക്കുന്നത്. 10ലും 12ലെ സർട്ടിഫിക്കറ്റ് ആണ്. എടുത്ത് കിട്ടി. ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തു. എല്ലാ ചവറും എടുത്തിടുന്നു. വണ്ടി നിറച്ചിട്ടുണ്ട്. എവിടെ എത്തിയെന്നോ? ഹോസ്റ്റലിന്റെ ഫ്രണ്ട് ഇരിക്കുന്നു. അപ്പൊ വന്ന കാര്യങ്ങളൊക്കെ നടന്ന് അപ്പൊ നമുക്ക് പോവാം. അപ്പം ബൈ ബൈ ഹോസ്റ്റൽ. ബൈ ബൈ ഹോസ്റ്റൽ പറഞ്ഞു. ബൈ ബൈ ഹോസ്റ്റൽ. നമ്മളെ മേളത്തെ റൂമിലൊക്കെ നിക്കേണ്ടതായിരുന്നു. ഇതെന്ന് വെച്ചാൽ ജൂനിയേഴ്സ്, അതായത് നമ്മള് ജൂനിയേഴ്സ് ആയപ്പോ പിന്നെ മേളിലാവേണ്ടതായിരുന്നു നമ്മള്. അതൊക്കെ അവിടെ മേളത്തെ ഗുണം എന്താ അറിയോ? അല്ലല്ല, അവിടെ വെള്ളത്തിന്റെ ടാങ്ക് ഉണ്ട്. മറ്റേ നമ്മള് വെള്ളം കുടിക്കുന്ന മേളിൽ പോയി എടുക്കണം. പിന്നെ അവിടെ അതിന്റെ അകത്തൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ടാങ്ക് കലക്കണം. ടാങ്ക് കലക്കിയിട്ട് ടാങ്ക് കൊണ്ട് വയ്ക്കും. എന്നിട്ട് ഗെയിം കളിക്കുന്ന ഇടയിൽ വെള്ളം കുടിച്ചെടുത്ത് വെക്കും. ഗെയിം കളിക്കാനാ പഠിക്കാനാ വന്നത്? അതൊക്കെ ലൈഫായിരുന്നു. എന്താ ടാങ്ക് കലക്കി കുടിക്കുന്നതാ? എല്ലാരും ഈ റൂം ഇവിടെ പോലെ അറ്റം വരെയുള്ള എല്ലാരും കൂടെ ഒരു ഗെയിമിന്റെ അകത്തിരുന്ന് കളിക്കും. അടിപൊളി. അപ്പൊ ഏതായാലും എല്ലാം കഴിഞ്ഞല്ലേ, പോവാം. 2 ഫോട്ടോ എടുത്തോ. മാർക്കൊക്കെ ഭയങ്കര കുറഞ്ഞല്ലോ. ഇപ്പോഴത്തെ കാണണമായിരുന്നു. ഇതൊക്കെ പഴയതാ. 9.63 വരെ എന്തോ പോയിട്ടുണ്ട്. തീരെ കുറഞ്ഞു. ഉഴപ്പൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ബുജി. അപ്പം നമുക്കിനി യാത്ര തിരിക്കാം. എത്ര മണി? 1 മണി. ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ചാൻസ് വളരെ കുറവാണല്ലേ? തിരിച്ചുവരവില്ല. അപ്പം അതാണ് നമ്മുടെ ഹോസ്റ്റൽ. പെട്ടെന്ന് തീർന്നു അല്ലേ? അപ്പൊ നമ്മൾ തിരിച്ച് ഇറങ്ങുവാണ്. എന്തോ സുൽത്താനിരിക്കുന്നത്? സോറി ഗേൾസ്, മൈ മോം ഈസ് വെരി സ്ട്രിക്റ്റ്. അതിന് അപ്പൊ അങ്ങനെ അമൃതപുരിയും പള്ളിക്കാവിനോടൊക്കെ നമ്മൾ ബൈ ബൈ പറഞ്ഞ് നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ്. ഇപ്പോൾ സമയം 1:15. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ആയുർവേദ. അങ്ങോട്ട് പോകണം. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മസാജ് ഒക്കെ ആണെങ്കിൽ പോയാൽ മതിയല്ലേ? അവിടെ പോയിട്ടുണ്ട്. എന്നിട്ട് മസാജ് ചെയ്ത് തന്നോ? മസാജിനൊന്നുമില്ല. അവിടെ ഫീൽഡ് ട്രിപ്പ് പോലെ എന്തിന്റെ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തിന്റെ ആയിരിക്കും, ആയുധത്തിന്റെ ആയിരിക്കും. അപ്പൊ നമ്മള് ഫുൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്.
പിന്നെ സമയമായതുകൊണ്ട് നമ്മള് പള്ളി കയറി നിസ്കരിച്ചിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുവോ. എനിക്ക് എന്താണ് ഫുഡ്? എനിക്ക് എന്തായാലും ഇവിടെ പോണ വഴിയിൽ അറിയാലോ, ഈ റൂട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ സുൽത്താന്റെ ഫേവറേറ്റ് ഒരു സാധനമാണ്. പക്ഷേ സുൽത്താൻ പറയൂല. അതാണ് സുൽത്താൻ പറയില്ല. പക്ഷെ അതാണ് സുൽത്താന്റെ പ്രശ്നമുണ്ട്. സുൽത്താനായിട്ട് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് വേണോ വേണ്ടെന്നോ എന്റെ അടുത്ത് പറയൂല. ഞാൻ പറയും എനിക്കെന്ന് വെച്ചാൽ നിർബന്ധമൊന്നുമില്ല. എനിക്ക് കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനത്തെ രീതിയിലാണ്. ഞാൻ ഏതായാലും ഞാൻ വിചാരിച്ചു അത് തന്നെ വാങ്ങിച്ചെടുക്കാം. അപ്പൊ നിനക്ക് വേണ്ടല്ലോ? വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് കിട്ടിയാൽ കൊള്ളാം, എനിക്ക് അല്ലാതെ എനിക്ക് വേണം നിർബന്ധമില്ല. ചില ഇപ്പൊ വേണോ വേണ്ടെന്ന് പറയാലോ, എന്ത് വേണോന്നുള്ളത് ഓപ്ഷൻ പറയാലോ. എനിക്ക് എന്ത് കഴിക്കാൻ കിട്ടിയാലും കുഴപ്പമില്ല, അങ്ങനത്തെ രീതിയില്ല. അത് കിട്ടിയാൽ കൊള്ളാം, അല്ലാതെ എനിക്ക് വേണോന്ന് അത് തന്നെ വേണോന്നോ അങ്ങനെ വാശിയൊന്നുമില്ല. ഇല്ല, വാശിയില്ല, നിർബന്ധമൊന്നുമില്ല. ഒരു സിഗ്നലിൽ നമ്മൾ കിടക്കുകയാണ്. സാറല്ല ഉറക്കം, ഓടിച്ചതിന്റെ ക്ഷീണമായിരിക്കും. പാരിപ്പള്ളി മഴ പൊടിഞ്ഞു തുടങ്ങി. മഴക്കോളൊന്നും ഇല്ല, പക്ഷെ മഴ പൊടിയുന്നുണ്ട്. പിന്നെ ഒരു ഇരുണ്ട ഒരു ലക്ഷണമാണ് കേട്ടോ. പക്ഷെ ആകാശം ക്ലിയർ ആണ്. പിന്നെ എവിടെ നിന്നാണോ ആവും ഇതൊക്കെ? എന്തോ ഇരുണ്ടിരിക്കണം, എന്തോ ഇരുണ്ടിരിക്കണം ആകാശം. ആകാശം ഇരുണ്ടില്ല. ആകാശം നോക്ക്, ആകാശം ക്ലിയർ ആണ്. പക്ഷെ നോക്കി പുറത്ത് ഡള്ളായിട്ടല്ലേ ഇരിക്കുന്നത്, ഒരു ബ്രൈറ്റ് ഫീലിംഗ് ഒന്നും ഇല്ലല്ലോ. അത് മഴക്കോളമുണ്ട്. കാരണം മഴക്കോളം ഇല്ലല്ലോ. ആകാശം നോക്ക്, നീ ക്ലിയർ അല്ലേ? ആകാശം ക്ലിയർ. പിന്നെ അപ്പൊ സൂര്യ എവിടെയോ പോയി വിളിച്ച്. അറേബ്യൻ കഫേയിലൊന്ന് സുൽത്താന്റെ ഫേവറേറ്റ് ബ്രോസ്റ്റഡ് പറഞ്ഞിരിക്കുകയാണ്. ഓ, അങ്ങനൊന്നും പറയണ്ട. ഭയങ്കര മഴ അല്ലേ? നമ്മളിപ്പോ കഴിച്ചു കഴിഞ്ഞതാ ഒന്നും കണ്ടുകൂടാ, അത്രയ്ക്ക് മഴ. അടിപൊളി മഴ. കഴക്കൂട്ടത്ത് തന്നെ പ്രകൃതിയായിട്ട് പണിയടക്കുക. എന്തോ വരാണ്ട്. ഓ, എലിവേറ്റഡ് ഹൈവേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇനിയപ്പോൾ അടുത്ത അടിപൊളി എപ്പിസോഡായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.